കഠിനംകുളം ആതിര കൊലപാതക കേസിലെ പ്രതി ജോൺസൺ കഴിഞ്ഞ ഒരു മാസമായി കോട്ടയം കുറിച്ചിയിലെ ഒരു വീട്ടിൽ ഹോം നേഴ്സായി ജോലി ചെയ്തു വരികയായിരുന്നു. ഈ വീട്ടുകാരുടെ വളരെ തന്ത്രപരമായ നീക്കം അതാണ് ഒടുവിൽ പ്രതിയെ പിടികൂടുന്നതിന് പോലീസിനെ സഹായിച്ചത്. കഠിനംകുളം ആതിര കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജോൺസൺ ഹോം നേഴ്സായി ജോലി ചെയ്ത വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ചങ്ങനാശ്ശേരി കുറിച്ചിക്കടുത്തുള്ള വീട്ടിലാണ് ജോൺസൺ ഏകദേശം ഒരു മാസത്തോളം ഹോം നേഴ്സായി ജോലി ചെയ്തത്. ഈ ജോൺസനെ പോലീസ് പിടികൂടാനൊക്കെ സഹായിച്ചത് ഈ വീട്ടുകാർ തന്ത്രപരമായ നീക്കമായിരുന്നു. എന്തായിരുന്നു ഇന്നലെ സംഭവിച്ചത്? സത്യത്തിൽ ഇന്നലെ ഞങ്ങൾ രാവിലെ തൊട്ട് ന്യൂസ് ഫേസ്ബുക്കിൽ വന്നിട്ട് വിവിധ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ സംശയം ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആൾ തന്നെയാണോ എന്ന്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു 3-3:15 ഇവിടെ വന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു എന്നെ നോക്കാൻ നിന്ന ആൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അറിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഓടി മെമ്പറായിരുന്നു ഞങ്ങളപ്പുറത്ത്. മെമ്പറിൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞു. പിന്നെ അപ്പാപ്പിയാണ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് വന്നത്. ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നിട്ട് എത്ര കാലം? ഒരു മാസത്തിൽ കൂടുതലായോ? ഒരു മാസം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ 8-ാം തീയതി. നിങ്ങൾ ഏജൻസി വഴിയാണ്? ഞങ്ങൾ ഭാരത് ഏജൻസി വഴി ബുക്ക് ചെയ്തത്. അപ്പോൾ അവർ പറഞ്ഞു നല്ല വ്യക്തിയാണ്, ഒരു വർഷമായിട്ട് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സംശയം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? പശ്ചാത്തലം അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അങ്ങനെ നമുക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മെമ്പറാണ് പോലീസിനെയൊക്കെ വിളിച്ചത്. ഈ വിവരം രമ്യ എൻ്റെ അടുത്തുനിന്ന് പറയുന്നത് ഒരു 3:30-ക്ക് ശേഷമാണ്. 3:35 നമ്മൾ പോലീസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിൽ വിവരം പറഞ്ഞത്. അതായത് കഠിനംകുളം കൊലക്കേസിലെ പ്രതി, കഠിനംകുളമെന്ന് ഞാൻ അന്നേരം പറഞ്ഞില്ല, തിരുവനന്തപുരത്തെ ആതിര കൊലക്കേസിലെ പ്രതി ഇവിടെ ഹോം നേഴ്സായിട്ട് ഒരു മാസം നിന്നാണ്. ഇപ്പം ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. 3 മണിക്ക് വന്നതാണ്. എത്രയും പെട്ടെന്ന് അയാൾ പോകും. അതിനു മുമ്പ് ഇയാളെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞു. നമ്മൾ വിളിച്ച് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസെല്ലാം വന്ന് ഇതെല്ലാം ചെയ്തു. അതിനു മുമ്പ് ഇയാൾ ഇവിടെ നിന്ന് പോകുവാൻ വേണ്ടിയുള്ളൊരു ഇത് നടത്തി, ശ്രമം നടത്തി. അപ്പം ഞാൻ പറഞ്ഞ് കാപ്പി കൊണ്ടുവരാം എന്ന് പറഞ്ഞ്, കാപ്പി അനത്താനാണെന്ന് പറഞ്ഞ് അങ്ങോട്ട് വന്നിട്ടാണ് എന്നെ വന്ന് കാണുന്നത്. ഞങ്ങളത് അത്രയും സമയം പിടിച്ചെടുത്താൻ ഞങ്ങൾ നോക്കി. എന്നിട്ട് ഇയാൾക്കൊരു ഈ ചാനലുകൾ ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇയാൾ വിവരങ്ങൾ അറിയുന്നില്ലായിരുന്നു. ഈ വീട്ടുടമസ്ഥനായ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കാല് വയ്യാതിരിക്കുകയാണ്. ചേട്ടനെ നോക്കുന്നതിന് വേണ്ടിയാണല്ലോ വന്നത്. ഈ പരിചരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലം അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊന്നും തോന്നുന്നു? സംശയങ്ങളൊന്നും തോന്നത്തില്ല. പിന്നെ എപ്പോഴും ഒരു റൂം ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ റൂമിനകത്ത് എപ്പോഴും കയറിയിരിക്കുന്നു. പിന്നെ കളയും. അതൊക്കെ ഉള്ളായിരുന്നു. വേറെ പിന്നെ പുള്ളിക്ക് എപ്പോഴും ഫോണിലേക്കുള്ള സംസാരം മാത്രമേ ഉള്ളായിരുന്നു. അല്ല വേറെ കുഴപ്പമില്ല. എന്നാലും ആൾക്കാരുമായിട്ടോ ഒരു മിണ്ടാട്ടോ സഹകരണങ്ങൾ ആരെല്ലാം ഇവിടെ ഒന്ന് കയറി വന്നാൽ അവരുമായിട്ടൊന്നും മിണ്ടുവോ ഉള്ള കേസ് കിട്ടൊന്നുമില്ല. എന്തായാലും ഈ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും അതുപോലെ പഞ്ചായത്ത് മെമ്പറിൻ്റെയും ഒക്കെ വളരെ തന്ത്രപരമായ നീക്കം തന്നെയാണ് പ്രതിയെ വളരെ വേഗം പിടികൂടാൻ കഴിഞ്ഞത്. കുറിച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോജ് എസ് ടി, മാതൃഭൂമി ന്യൂസ്.